ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ കേരളക്കര കാത്തിരുന്ന നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വന്നിരിക്കുകയാണ്. 2017 ഫെബ്രുവരി 17 നടി അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുന്നത്. ഇന്നേക്ക് 8ാം വർഷമാണ് കോടതി അതിനുള്ളൊരു വിധി പറയുന്നത്. ഇതിലെ ഏറ്റവും തമാശയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും സകല തെളിവുകളും വിരൽ ചൂണ്ടിയ ദിലീപ് എന്ന ഒന്നാം പ്രതി ആകേണ്ട ആളാണ്. ഒന്നാം പ്രതി 8ാം പ്രതി ആകുന്നു. ശേഷം കുറ്റവിമുക്തനാവുന്നു. ലഡ്ഡു കൊടുത്ത് ആഘോഷിക്കുന്നു. വീട്ടിൽ വൻ സ്വീകരണം നടത്തുന്നു. ഇതൊക്കെയാണ് അരങ്ങേറിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ. ഇതിനെ തുടർന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും കൂടെ ചെയ്തേക്കുക. പിന്നെ വീഡിയോക്ക് ഹൈപ്പ് കാണുകയാണെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്തേക്കുക. ഇനി മഞ്ജു വാര്യറാണ് ഈ കൊട്ടേഷന് പിന്നിൽ എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പൾസർ സുനി ഈ ഒരു കൊട്ടേഷൻ ദിലീപിന് വേണ്ടി ഏറ്റെടുത്തതല്ല എന്ന് പറയുന്നതിന് ആസ്പദമായ ഒരുപാട് സാധ്യതകൾ മുമ്പിൽ കിടക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സാധ്യതയാണ്, ഇത്രയും വലിയ സെലിബ്രിറ്റി ആയ ഒരു ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുൻപും ക്രിമിനൽ കുറ്റങ്ങളുള്ള പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിനെ എന്തിനു വേണ്ടിയായിരിക്കാം ഈ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളത്. കാരണം പൾസർ സുനി ഒരുവിധം കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ നാലാൾ അറിയുന്ന ഒരു വ്യക്തിനെ നടിയെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള, ജനഹൃദയങ്ങൾ ഇത്രയും വലിയൊരു സ്ഥാനമുള്ള ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഏൽപ്പിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്, തന്റെ അവിഹിതം മഞ്ജുവിനോട് പറഞ്ഞു എന്ന കാരണമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നടിയെ ആക്രമിക്കാനുണ്ടായ പശ്ചാത്തലം, കാവ്യയും പിന്നെ ആരാണ് ദിലീപും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നടി ഫോട്ടോ എടുത്ത് മഞ്ജുവിന് അയക്കുകയുണ്ടായി എന്നുള്ളതൊക്കെയാണ് ഇവിടെ വരുന്ന പരാമർശങ്ങൾ. അങ്ങനെ ഒരു കാര്യത്തിന് ഇത്രയും കാലം ഒരുമിച്ച് അഭിനയിച്ച സഹപ്രവർത്തകയായ നടിയോട് മുൻവൈരാഗ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്നതിന് വേണ്ടി ഇത്രയധികം ജനഹൃദയങ്ങൾ കീഴടക്കി വെച്ചിട്ടുള്ള ഒരു നടൻ ഇങ്ങനെ ഒരു പ്രവർത്തിക്ക് മുതിരുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ സാധ്യത. കാരണം അയാളുടെ ക്രെഡിബിലിറ്റിനെ അത് ബാധിക്കും, അയാളുടെ ലൈഫിനെ അത് ബാധിക്കും, ജനഹൃദയങ്ങളുടെ സ്ഥാനങ്ങൾക്ക് കോട്ടം തട്ടും. അതുകൊണ്ട് ഈ ഒരു ക്രൈം അയാൾ ചെയ്യാനുള്ള സാധ്യത അവിടെയില്ല. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഒരുവിധം സിനിമ അഭിനയിച്ചിട്ടും ലോകം കണ്ടതും വെച്ച അറിവിൽ ഈ 2017 ഇത്രയും സാങ്കേതിക വിദ്യകളും ടെക്നോളജിയും ഒക്കെ ഉള്ള ഇതിൽ ഇങ്ങനെ ഒരു കുറ്റം ചെയ്യാൻ സുനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ താൻ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടുമെന്ന് ചിന്തിക്കാനുള്ള ബോധം ദിലീപിനില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പുള്ളിക്ക് ഇതിലും നല്ല വിധത്തിൽ കൊട്ടേഷൻ കൈകാര്യം ചെയ്യുന്ന, ഇവിടെ അല്ലാത്ത പുറമെയുള്ള വേറെ ആരെങ്കിലും കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിക്കാമായിരുന്നു എന്നുള്ളതാണ് സാധ്യതകൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് പല ആളുകളും ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ദിലീപിനെ കൊടുക്കുന്നതിന് വേണ്ടി പൾസർ സുനിനെ മറ്റാരോ കൊട്ടേഷൻ ഏൽപ്പിക്കുകയും ശേഷം ദിലീപാണ് പ്രതി എന്ന തരത്തിലേക്ക് തെളിവുകളും കാര്യങ്ങളും പോലീസ് വളച്ചൊടിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ഞാൻ പറയുന്നതല്ല, ഭൂരിഭാഗം ആളുകളും വീഡിയോസിലും കമന്റ് വഴിയും പറയുന്ന കാര്യങ്ങളാണ്. എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് ഈ ഒരു നടിയെ ആക്രമിക്കുന്ന കേസ് ആദ്യമായിട്ട് കേൾക്കുന്നത്, 2017. ആ സമയത്ത് ഇതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. പിന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഇപ്പം ഈ ഒരു ഇത്രാമത്തെ വയസ്സിൽ ഞാൻ പറയാണ്, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ദിലീപ് തന്നെ ആയിരുന്നിരിക്കണം. കാരണം പറയാൻ വേറൊന്നുമല്ല, പൾസർ സുനി വെറുതെ പോയിട്ട് ഒരു സ്ത്രീനെ പീഡിപ്പിക്കുകയും വീഡിയോ എടുത്ത് അയക്കുകയും ചെയ്യില്ല. അയാൾക്ക് പണം കൊടുക്കാമെന്ന് പറയുകയും ശേഷം പണം കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാവ്യ മാധവന്റെ അച്ഛൻ അതിൽ പങ്കുണ്ട്. പിന്നെ പൾസർ സുനിന്റെ കോൺടാക്ട് പരിശോധിച്ചതിൽ അതിൽ ദിലീപിന്റെയും കാവ്യന്റെയും പേര് ഷോർട്ടാക്കിയിട്ട് അവരുടെ പേര് മിക്സ് ചെയ്തിട്ട് അടിച്ചു വെച്ചതായിട്ടും സേവ് ചെയ്ത് വെച്ചതായിട്ടും ഒക്കെ തെളിവുകളുണ്ട്. പോരാത്തതിന് ഈ റിട്ടയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ ഒരു 833 രേഖകൾ അടങ്ങുന്ന തെളിവുകൾ ഉൾപ്പെടുന്ന പ്രതി ആരാണ് എന്ന് വിരൽ ചൂണ്ടി നിൽക്കുന്ന തരത്തിലുള്ള രേഖകളും കാര്യങ്ങളും സമർപ്പിച്ചതിന് ശേഷം റിട്ടയർ ആയതിനു ശേഷം പിന്നീട് വന്ന ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാണ്, പണത്തിന് വഴങ്ങിക്കൊടുക്കുകയും ഉണ്ടായ തെളിവുകൾ നശിപ്പിക്കുകയും പ്രതി എന്ന് പറയുന്ന ദിലീപിനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയായിരുന്നു. ഇതാണ് പ്രതി എന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ 833 രേഖകൾ ഉൾപ്പെടുന്ന തെളിവുകൾ അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ടും അതെല്ലാം നിഷ്പക്ഷം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോടതി ഇങ്ങനൊരു വിധി വന്നിട്ടുള്ളത്. ഇതിൽ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപ് വന്ന സമയത്ത് ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു ബഹുമാനം കൊണ്ട് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത്. ആ ഒരു വീഡിയോയിലോട്ട് നമുക്ക് വരാം. ഇവിടെ 261ഓളം സാക്ഷികളെ ഇവർ വിസ്തരിച്ചു. അതിൽ 28 പേരോളം കൂറുമാറി. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊക്കെ കേൾക്കില്ല, അത് വാസ്തവം തന്നെയാണ്. കാരണം അത്രയും കാലം ദിലീപിന് എതിരെ കാവ്യ ഉൾപ്പെടെ മൊഴി മാറ്റി പറഞ്ഞു. ദിലീപിനെതിരെ മൊഴി പറഞ്ഞ അത്രയും ആൾക്കാർ എന്ത് പറയാണ്, മൊഴി മാറ്റി പറയാണ്. ഇവിടെ എല്ലാവരും കൂടെ ഇപ്പം മഞ്ജു വാര്യരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം
ദിലീപിനെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിച്ചു പോകാനിടയായി. അതിൽ ദേഷ്യം കൊണ്ട മഞ്ജു വാര്യർ എന്ത് ചെയ്യാണ്, പല നൂലാമാലകൾ സൃഷ്ടിച്ചുകൊണ്ട് പൾസർ സുനീനെ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നു, ഡയറക്റ്റ് ആയിട്ട് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട്. ശേഷം അത് ദിലീപാണ് എന്ന് ചാർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ദിലീപിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നു. ദിലീപ് ജയിലിൽ പോകുന്നു, കുറച്ച് ദിവസം റിമാൻഡിൽ കഴിയുന്നു, ശേഷം 8 വർഷത്തോളം ക്രൂശിക്കപ്പെടുന്നു. അദ്ദേഹം വേണ്ട, അയാളുടെ സിനിമകളും കാര്യങ്ങളൊക്കെ പപ്പടം പോലെ പൊടിയുന്നു. അങ്ങനെ പല 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 നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും പിന്നിലെ മാസ്റ്റർ മൈൻഡ് തന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരാണ് എന്നുള്ളതാണ് ദിലീപ് അയാൾ കൊടുക്കുന്ന ചെറിയ ചെറിയ ബൈറ്റ്സിലൂടെ പറഞ്ഞു വെക്കുന്നത്. മഞ്ജു പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം എന്നാണ് ദിലീപ് പറഞ്ഞത്. അതൊന്ന് കേൾക്കാം. സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. സത്യം ജയിച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. കേട്ടല്ലോ. അപ്പം മഞ്ജു വാര്യർ ഇത് പറയാനുണ്ടായ സാഹചര്യം, പുള്ളി എവിടെ വെച്ച് അത് പറഞ്ഞത്, എങ്ങനെയാണ് അത് പറഞ്ഞത് എന്നുള്ളതും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. അത് മാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട്. ഇവിടെ മഞ്ജു വാര്യരെ നമുക്ക് തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ആക്രമിക്കപ്പെട്ട നടിയും മഞ്ജു വാര്യരും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. ദിലീപുമായി കാവ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മഞ്ജുവിനെ ആക്രമിക്കപ്പെട്ട നടി അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം ഉള്ളത് തന്നെയാണ്. അപ്പം അതിൽ ദേഷ്യം കൊണ്ട്, അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആയിരിക്കാം ആ നടിയെ ആക്രമിച്ചിട്ടുണ്ടാവുക എന്നുള്ള അനുമാനങ്ങളാണ് മഞ്ജു വാര്യരെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം പറയിപ്പിച്ചത്. കാരണം അത് ഏതൊരാൾക്കും ഊഹിക്കാം, എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്ന ഒരാളാണ്, അപ്പൊ ഇവരെ ആക്രമിച്ചതിന് പിന്നിൽ ഇന്ന ആളുകളായിരിക്കാം എന്നുള്ളത് അവരുടെ ഒരു കാൽക്കുലേഷൻ ആണ്, അല്ലെങ്കിൽ അത് തന്നെ ആയിരിക്കണം വാസ്തവം. അപ്പൊ ആ ഒരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് മഞ്ജു വാര്യർ പറയുകയും ശേഷം അതിനെ തുടർന്ന് അന്വേഷണങ്ങൾ ഉണ്ടാവുകയും ദിലീപാണ് കുറ്റക്കാരെന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം, തെളിയിക്കപ്പെടാനുള്ള സകല തെളിവുകൾ മുമ്പിലുണ്ടായിരുന്നിട്ടും പിന്നെ എങ്ങനെ ദിലീപ് ആ ഒരു കേസിൽ 8ാം പ്രതിയാവുകയും അവിടെ നിന്ന് കുറ്റവിമുക്തനാവുകയും ചെയ്തു എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ശരിയല്ലേ? ഒരു കാര്യമില്ലാണ്ട് പൾസർ സുനിക്ക് പൈസയും വാങ്ങിയിട്ട് പോയിട്ട് ദിലീപിനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്രൈം ചെയ്യേണ്ട കാര്യം എന്താണ്? അവിടെ 2017 ദിലീപിനെ മോശക്കാരനാക്കി കാണിക്കാൻ ആ പാകത്തിന് ആർക്കാണ് താല്പര്യം കൂടുതൽ? മഞ്ജു അല്ലാതെ. രാഷ്ട്രീയപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ദിലീപിന് മറ്റെന്തെങ്കിലും ഇടപാടുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ട് അയാളോട് ഏതെങ്കിലും രീതിയിൽ മുൻവൈരാഗ്യമുള്ള ആളുകളാണ് ഇത് ചെയ്തത് എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അതിന് എന്തിന് ഈ ആക്രമിക്കപ്പെട്ട നടിയെ തന്നെ തെരഞ്ഞെടുത്തു? അത് മഞ്ജു വാര്യരുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുള്ള സമയത്ത്. അപ്പൊ ഇതൊക്കെ അതിൽ വരുന്ന ഒരുപാട് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താണെങ്കിലും ദിലീപിനെ കണ്ട സമയത്ത് എഴുന്നേറ്റ് നിന്ന നീതിമാനായ നമ്മുടെ ജഡ്ജിനെ കുറിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ആള് പറയുന്നു കേട്ടേക്കാം. വിധി അങ്ങേറ്റം ബയസ്റ്റായ ഒരു വിധിയാണ്. കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്നാണ്. അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും. നമ്മൾ ആദ്യം പോലും ഫോളോ ചെയ്യുന്ന ആളാണ്. ഇതിനു വേണ്ടി അധ്വാനിച്ച വിമൻ കളക്റ്റീവ്, വക്കീലന്മാരെ, അതുപോലെ പി ടി തോമസ്, ലാൽ, ഇവരൊക്കെ കുറ്റവാളികളാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തിന് അവർ കുറ്റവാളികളാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം ഹീനമായൊരു വിധിയാണ്. ഈ വിധിക്കെതിരെ മുകളിലേക്ക് അപ്പീൽ പോകേണ്ടതുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു പെൺകുട്ടിയുടെ ജീവിതം, 8 വർഷത്തെ അവരുടെ സമ്പുഷ്ടമായ ജീവിതത്തെ തകർത്തുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. ഈ വിധി അങ്ങേയറ്റം ബയസ്റ്റായ ഒരു വിധിയാണ്. കാരണം ഒരു നിർണായകമായ കേസിൽ വിധി പറയേണ്ട ജഡ്ജി തന്നെ ഇങ്ങനെ ഒരു കുറ്റവാളിയെ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റവാളി എന്ന് ഊഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട സാഹചര്യം എന്താണ്? അവിടെ വിധി പറയേണ്ട വിധികർത്താവ് ഈ ഒരു ജഡ്ജിയല്ലേ? ഈ ജഡ്ജിക്ക് ബഹുമാനം കൊടുക്കേണ്ട ആൾക്കാരുടെ മുമ്പിൽ ജഡ്ജി ബഹുമാനം കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് വിധി പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ വിധി ഒന്നുകൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ അതല്ല, ഇത് തന്നെയാണ് വിധി, ഈ വിധിയിൽ മാറ്റമില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ദിലീപിന് കൊടുത്ത ഒരു ശിക്ഷയുണ്ട്. ഇത്രയും കാലം ജനങ്ങളുടെ മനസ്സിൽ ദിലീപിന് കൊടുക്കപ്പെട്ട ഒരു ശിക്ഷ, ജനങ്ങൾ തീരുമാനിച്ച വിധി, അത് തന്നെയാണ് യഥാർത്ഥ വിധി. കോടതി ഇപ്പൊ പറഞ്ഞ വിധിയല്ല വിധി. പിന്നെ ശിക്ഷിക്കപ്പെട്ട ബാക്കിയുള്ള ആളുകൾ, അവര് ശിക്ഷ അറിയിക്കേണ്ട ആളുകൾ തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു ക്രൈമിൽ കൂടെ നിൽക്കുകയും ഒരു സ്ത്രീനെ ഇത്രയും ക്രൂരമായിട്ട് മാനസികമായും ശാരീരികമായും ടോർച്ചർ ചെയ്യുന്ന അവര് ശിക്ഷിക്കപ്പെടേണ്ട ആളുകളെയാണ്. പക്ഷെ ഇതിന്റെ പിന്നിലെ മാസ്റ്റർ മൈൻഡ് അത് രക്ഷപ്പെട്ടതിൽ എനിക്ക് യോജിപ്പില്ല. പ്രത്യേകിച്ച് ദിലീപിനെ കണ്ട് കോടതി മുറിയിൽ എഴുന്നേറ്റ് നിന്ന ജഡ്ജിയോട് പുച്ഛം മാത്രം.